പുണ്യമാസപ്പിറവിയിൽ ഭിന്നശേഷി കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്ത് മാതൃകയായി യുവാവ്. പെരുമ്പാവൂരിൽ ശീതളപാനീയ കട നടത്തുന്ന ദിയാസ് മുഹമ്മദാണ് കൂട്ടുകാരുടെ സഹായത്തോടെ 2016 മുതൽ സ്നേഹസ്പർശം എന്ന പേരിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു വരുന്നത്. ഇത്തവണ റമദാന്റെ ആദ്യ നാളിൽ തന്നെ 150 കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്തത്. മനുഷ്യ സ്നേഹത്തിലും സാഹോദര്യത്തിലും സമത്വത്തിലും ഊന്നിയ റമദാൻ മാസത്തിന്റെ ആദ്യ ദിവസം തന്നെ ഊന്നുവടിയുമേന്തി ദിനാസ് മുഹമ്മദ് എത്തി. ഭിന്നശേഷിക്കാരന്റെ അവസ്ഥയും വിഷമവും അറിയാവുന്ന ദിനാസ് 150 ഭിന്നശേഷി കുടുംബങ്ങൾക്കാണ് സ്നേഹസ്പർശം എന്ന പേരിൽ 1250 രൂപ വില വരുന്ന ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്തത്. പെരുമ്പാവൂരിൽ ശീതളപാനീയ കട നടത്തുന്ന ഈ യുവാവ് വൈകല്യങ്ങളോട് പൊരുതിയാണ് സമദുഃഖം അനുഭവിക്കുന്നവർക്കായി സുമനസ്സുകളുടെ സഹായം തേടിയത്. മനസ്സിൽ നന്മ പറ്റാത്ത ഒരു കൂട്ടം ആളുകളുടെ സഹായത്തോടെ ദിനാസും സുഹൃത്തുക്കളും 2016 ആദ്യ ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തി. ഊന്നുവടിയുടെ സഹായമില്ലാതെ നടക്കാൻ കഴിയാത്ത ഈ ചെറുപ്പക്കാരൻ സഹജീവികളെ എങ്ങനെ തന്നാലാകും വിധം ചേർത്ത് പിടിക്കാം എന്ന് തെളിയിക്കുകയാണ്. അവന് ആയുസ്സും ആരോഗ്യവും ദൈവം നൽകട്ടെ എന്നാണ് മറ്റുള്ളവരുടെ പ്രാർത്ഥന. 2016 മുതലാണ് ഞങ്ങൾ ഈ സ്നേഹസ്പർശം എന്ന് പറഞ്ഞ ഈ ഒരു കൂട്ടായ്മ തുടങ്ങിയതും പരിപാടി തുടങ്ങിയതും. അന്നൊന്നും ഇത്രയും ആളുകൾക്കൊന്നും കൊടുത്തു തുടങ്ങിയിട്ടില്ല. 2016 കഴിഞ്ഞ് കൊറോണ 18-19 കൊറോണയുടെ ടൈമിലാണ് കൂടുതൽ ആയി കൊടുത്തു തുടങ്ങിയത്. ഇത് എൻ്റെ കടയിൽ വന്നവരും നല്ലവരായ എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും അകമഴിഞ്ഞ സഹായം കൊണ്ടാണ് ഇതെല്ലാം കൊടുക്കുന്നത്. ഇതിനകത്ത് 5 കിലോ അരി, 5 കിലോ പൊടി, 1 കിലോ വെളിച്ചെണ്ണ, 3 കിലോ പഞ്ചസാര, ചായപ്പൊടി, 1250 രൂപയുടെ കിറ്റ് മൊത്തം. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ,